സഹായി ചാരിറ്റബിൾ സൊസൈറ്റി പാമ്പാടുംപാറ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയുന്ന സഹായങ്ങളാണ് ചെയ്യുന്നത്. കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും മറ്റ് തിരക്കുകളുള്ളതിനാലും കാര്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എങ്കിലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. നാളെ ഗാന്ധിഭവനിൽ പോവുകയാണ്. കാര്യമായൊന്നുമില്ല കൊണ്ടുപോകാൻ. കുറച്ച് പുതിയ തുണിയുണ്ട്, കുറേ പഴയ തുണിയുണ്ട്. ഇത് കടകളിൽ നിന്ന് കിട്ടിയതും അത് ഇവിടുത്തെ ഒരു സംഘടന സംഘടിപ്പിച്ച് തന്നതുമാണ്. എന്തായാലും നാളെ പോകാൻ തീരുമാനിച്ചു. എല്ലാ മേഖലയിലും എപ്പോഴും പാമ്പാടുംപാറയിൽ സഹായമായിട്ട്, അതുകൊണ്ടായിരിക്കാം സൂര്യചേട്ടന് സഹായി എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തന്നെ രൂപം കൊടുക്കാനായിട്ട് കാരണമായത്. അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകരും ഇതിൻ്റെ അകത്ത് പങ്കാളികളായിട്ടുണ്ട്. സീതാരാമ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് വേണ്ട തുണിത്തരങ്ങൾ ഈ ഓണത്തോടനുബന്ധിച്ച് പല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകുന്നതിന് വേണ്ടി ഇവിടെ ക്രമീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ ഉത്തരവാദിത്തത്തിനിടയ്ക്കും സേവനമായിട്ട് നാളെ രാവിലെ 12 ഗാന്ധി ഭവനിലേക്ക് തീർച്ചയായിട്ടും യാത്രയാണ്. അപ്പോൾ ഈ ഒരു സഹായത്തിന്, ഈ ഒരു നന്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും പോകാനുള്ള അടുത്ത ബിസിനസ്സിനും അതുപോലെ ആഘോഷങ്ങളിലെല്ലാം തന്റെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതുപോലുള്ള സഹായ പ്രവർത്തനങ്ങളുമായിട്ട്, സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുരേന്ദ്രൻ, സ്നേഹം നിറഞ്ഞ സേവാഭാരതിയുടെ പ്രസിഡന്റ് സീതാരാമകൃഷ്ണൻ, നമ്മുടെ കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ, നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് മെമ്പർ ബിനോയ്, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകൻ, ഒരു മാനുഷികപരമായ നന്മയെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനാകുന്നത് പലപ്പോഴും ഇത്തരം ചില പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ടത്. തീർച്ചയായിട്ടും മനുഷ്യരുടെ കണ്ണീരെത്തുവാനും അവരുടെ വികാരങ്ങളോട് ചേർന്ന് നിൽക്കാനും വേണ്ടി ഇത്ര ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് വളരെ മുമ്പേ തന്നെ അറിയാം. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും അതിന് മുമ്പും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും തന്നെ സമീപിച്ചിട്ടുണ്ട്. ഒക്കെ വേണ്ട രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യ സേവനം, അത് മനുഷ്യൻ്റെ കണ്ണീരെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നതാണ് ഒരു ജീവിത യാഥാർത്ഥ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തനത്തെ ഗാന്ധിഭവനിലേക്ക് നിരവധി തവണ പ്രശ്നങ്ങൾ ഞാൻ വഴിയിൽ പോയിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നിരവധിയായ ആളുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ നന്നായിട്ട് കാണുകയും അവർക്ക് സഹായം ചെയ്യാനായിട്ട് നിരവധി ആളുകളെ സമീപിക്കുകയും അവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. പോലും ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് വിപുലീകരിച്ച് കൂടുതൽ ജനപ്രാതിനിധ്യത്തോടുകൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അനേകം ആളുകൾക്ക് ഉപകാരമായിട്ട് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നന്നായിട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ഓണക്കാലം സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഓണക്കാലത്ത് ഈ പ്രവർത്തനങ്ങൾ അധികം കൂടുതലായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ സുനിൽ സാറ് ഞങ്ങളുടെ ഈ സേവാഭാരതി എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ അദ്ദേഹം നല്ല സഹായ സഹകരണം തരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സ്കൂൾ ഗ്രൗണ്ട് നമ്മുടെ നെടുങ്കണ്ടം ടീം, അതുപോലെ എറണാകുളം ടീം ഞങ്ങൾ ചേർന്ന് വെച്ചിട്ടും എല്ലാം അദ്ദേഹം വരികയും സഹകരിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ സഹായിക്കാത്ത പ്രസിഡന്റായ സുരേന്ദ്രൻ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ CDS ചെയർപേഴ്സൺ മോളമ്മ മാഡം, നമ്മുടെ കരിയിലക്കുളം ടോമി സാറ്, നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെ കിട്ടിയ സഹായ സഹകരണം നന്ദി പറയുകയാണ്. ഇനിയും തുടർന്നും സേവാഭാരതിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. താങ്ക് യു. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിലാണ് പോകുന്നത്. ഇനിയും തുടർന്ന് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണമാണ് ഈ സംരംഭത്തിന് വേണ്ടത്. നമുക്ക് നാളുകളിൽ മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് കൈകോർക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് വലിയൊരു ഗുണമായി മാറുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ സഹകരിച്ച നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ മുൻ മെമ്പർ ജോമിച്ചേട്ടന്, അങ്ങനെ എല്ലാവർക്കും ഒറ്റവാക്കിലാണ് നന്ദി പറയുന്നത്. എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എപ്പോഴും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. സഹായിക്കണം, അതാണ് പറയാനുള്ളത്. ഇവിടെ കട വെച്ചിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവർ
Turi,